I gave you my heart. ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഏസറിൻ്റെ ആസ്പയർ 3 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് നമുക്കിപ്പം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ കൊറോണയാണ്, അപ്പോൾ നമ്മുടെ ഇവിടെ ഷോപ്പിലൊന്നും ഇപ്പോൾ ഇലക്ട്രോണിക് ഷോപ്പിലൊന്നും നമുക്ക് ഈ ലാപ്ടോപ്സ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈസിലി അവൈലബിൾ ആണ്. ഇതൊരു ലാപ്ടോപ്പ് 25,000 ബിലോൻ്റെ സെഗ്മെൻറ്റിൽ വരുന്നതാണ് ഈ ഒരു മോഡൽ. അത് അത്യാവശ്യം വാല്യൂ ഫോർ മണി എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ലാപ്ടോപ്സിനൊക്കെ 25,000 എബോവ് ആണ്. അത് ബിക്കോസ് ഓഫ് ചേഞ്ച് വരാൻ കാരണം അതിൻ്റെ ഓരോ പ്രോസസ്സർ വ്യത്യാസം കൊണ്ടാണ്. നമുക്കിതിൻ്റെ പ്രോസസ്സറിന് ഡീറ്റെയിൽസൊക്കെ പറയാം. ഇതിപ്പോൾ ഒരു ബോക്സ് തുറന്നപ്പോൾ വേറൊരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ മൊത്തം അൺബോക്സ് ചെയ്യുന്ന പരിപാടിയായിരിക്കും എന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് ഈ ഒരു ബോക്സും ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു വൃത്തികെട്ട രീതിയിലാണ് ഈ ലാപ്ടോപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു തുറക്കുമ്പോൾ ഒരു വാവെന്നൊക്കെ പറയാമെന്ന് വിചാരിച്ചതാണ്. ഇതിപ്പോൾ കാണുമ്പോൾ ഒരു വാവെന്ന് വരെ വരാത്തൊരു ടൈപ്പാണ്. ചാർജറിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത്യാവശ്യം നല്ലൊരു ചാർജർ തന്നെയാണ്. അത്യാവശ്യം ഈ ഒരു ടൈപ്പ് പിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ എല്ലാ ബോക്സിലും തുറക്കുമ്പോൾ കാണുന്ന കുറച്ച് ബുക്സ് ഇതിൽ കുറച്ച് 1 year വാറൻറ്റി കാർഡ്സും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പേപ്പർ മാത്രം കളയരുത്. പിന്നെ കുറച്ച് ലാറ്റിനും ജർമ്മനിലൊക്കെ ലാംഗ്വേജിൽ എഴുതിയിട്ട് കുറച്ച് കാണുന്നുണ്ട്. അതൊന്നും നമുക്ക് വായിക്കേണ്ട. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. വാവ്, ഈ ഒരു ലാപ്ടോപ്പ് വളരെ എനിക്ക് ഒരു സ്റ്റൈലിഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തിൻ ആൻഡ് ലൈറ്റ് മെറ്റാലിക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഈ ലാപ്ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 1.5 GHz വിത്ത് ടർബോ കോർ ടെക്നോളജിയിലാണ് വരുന്നത്. അപ് ടു 2.2 GHz. പിന്നെ ഇവിടെ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഹെഡ്ഫോൺ പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു തിൻ ആൻഡ് ലൈറ്റ് മെറ്റാലിക് ഫിനിഷ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരു DVD ഡ്രോ ഇല്ല. അതൊരു പോരായ്മയാണ്. കാരണം ഒരു ലാപ്ടോപ്പിൽ അത്യാവശ്യം നമുക്കൊരു ഇപ്പോൾ CD ഒക്കെ ഇടേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിലിടാൻ കഴിയില്ല. അതേപോലെ കുറേ USB പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചാർജിങ്ങിൻ്റെ സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4GB DDR4 റാമാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 1TB 5400 RPM ഹാർഡ് ഡ്രൈവ് ആണ്. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ 50.6 ഇഞ്ച് സ്ക്രീനാണ്. അതേപോലെ AMD Radeon R4 ഗ്രാഫിക്സ് കാർഡ് ഇൻബിൽഡ് ആണ്. അതുപോലെ ഇത് വിൻഡോസ് 10 ഹോം ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇതിൽ ഇനേബിൾ ആണ്. അതേപോലെ 5.5 hours ബാറ്ററി ലൈഫാണ്. അത് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ ഈ ലാപ്ടോപ്പിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 1.9 കിലോഗ്രാം ഉണ്ട്. അതുപോലെ ഇതിൽ യൂസ് ചെയ്ത പ്രോസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ AMD A സീരീസിലെ ഡുവൽ കോർ പ്രോസസ്സറാണ്, അതായത് A4. എൻ്റെ മെമ്മറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4GB റാമും കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്റ്റോറേജ് ആണെങ്കിൽ 1TB കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഒരു തിൻ ആൻഡ് ലൈറ്റ് മെറ്റാലിക് ഫിനിഷാണ് ഇതിന് കൊടുത്ത്. 1 year ഇൻ്റർനാഷണൽ ട്രാവൽ വാറൻറ്റിയും കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് ലാപ്ടോപ്പ് അണ്ടർ 25,000 rupees ആണ്.